السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം ആരംഭിക്കുകയും ആ രോഗം വർദ്ധിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അവിടുന്ന് മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം കുറച്ചുകൂടി വർദ്ധിക്കുകയും അവശത തോന്നുകയും ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടൊക്കെ സമ്മതം ചോദിച്ചു, എന്റെ വീട്ടിലേക്ക് മാറിക്കോട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഐന അന ഗദൻ, ഐന അന ഗദൻ, നാളത്തെ എന്റെ ദിവസം ആരുടേതാണ്, നാളെ ഞാൻ എവിടെയാണ്? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർക്ക് മനസ്സിലായി അവിടുന്ന് എന്തോ ആഗ്രഹിക്കുന്നു എന്ന്. അവിടുത്തെ ആഗ്രഹം അവരവിടുത്തെ വാചകങ്ങളിൽ നിന്ന്, സമീപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറണം, അവസാന ദിവസങ്ങൾ അവിടെ കഴിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു എന്ന് മറ്റുള്ള ഭാര്യമാർക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും യാതൊരു മനോവിഷമവും കൂടാതെ ഫഅദിന്ന ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ ആഗ്രഹത്തിന് അനുവാദം കൊടുത്തു. നിങ്ങൾ നോക്കൂ, അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെടുന്ന നേരമാണ്. ആ ഘട്ടത്തിൽ പോലും നീതി പുലർത്തുന്ന കാര്യത്തിൽ കണിശത കാണിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാ മതി, എനിക്ക് ആയിഷയുടെ വീട്ടിലേക്ക് പോകണം, ഞാൻ അവിടേക്കാ പോകുന്നത് എന്ന് പോയാൽ ആരും ചോദ്യം ചെയ്യില്ല. എന്നിട്ടും നീതിക്ക് വേണ്ടി നിലകൊണ്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനം വരെയും തന്റെ മറ്റു ഭാര്യമാരോട്, പത്നിമാരോട്
വളരെയേറെ നീതി കാണിക്കാൻ താൽപര്യം പുലർത്തി എന്നാണ് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് പറയുന്നില്ല ഞാൻ ആയിഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് കൽപ്പനാസ്വരത്തിലോ അല്ലെങ്കിൽ ഒരു ഗൗരവസ്വരത്തിലോ പറയുകയല്ല. വളരെ താൽപര്യപൂർവ്വം ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന നിലക്കുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ് മറ്റു ഭാര്യമാരോട് സമ്മതം കിട്ടിയെങ്കിൽ എന്ന നിലക്ക്. എല്ലാവരും അനുവാദം കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആ രംഗത്തെ സംബന്ധിച്ച് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം. വഹുവ ബൈന റജുലൈനി തഖുത്തു റിജ്ലാഹു ഫിൽ അർളി ബൈന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വബൈന റജുലിൻ ആഖർ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ചുമലിൽ കൈവച്ചുകൊണ്ട് വളരെ പ്രയാസത്തോടുകൂടിയാണ് അവശത അനുഭവിക്കുന്ന ശരീരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ആ മാറിയത് തന്നെയാണ്. പിന്നെ മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. അത് അവസാനത്തെ സമ്മതമാരായലാണ്. എല്ലാവരുടെയും അവസാന സമ്മതം നൽകലുമായിരുന്നു അത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലെത്തി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അവിടുന്ന് രോഗിയായിരിക്കുന്ന ആ ഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു ഇദസ്തകാ നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി. വിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന സൂറത്തുകൾ, പ്രത്യേകിച്ച് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയും തന്റെ കയ്യിൽ പാരായണം ചെയ്ത് ആ കയ്യിൽ ഊതുകയും ആ കൈ കൊണ്ട് തന്റെ ശരീരത്തെ തടവാറുമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേദന വരുമ്പോഴൊക്കെ, രോഗിയായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇത് ചെയ്തിരുന്നു. ഫലമ്മസ്തകാ വജഅഹു അല്ലദീ തുവഫിയ ഫീഹി ത്വഫിഖ്തു അൻഫുസു അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്തി അല്ലതീ കാന യൻഫുസു വഅംസഹു ബിയദിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേദന കഠിനമാവുകയും അല്ലാഹുവിന്റെ റസൂലിന് പാരായണം ചെയ്യാനും ആ കൈകൾ കൊണ്ട് ശരീരത്തെ സ്വന്തമായി തന്നെ തടവാനുമുള്ള ആ ഒരു ആരോഗ്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഈ സൂറത്തുകൾ ഞാനാണ് പാരായണം ചെയ്തിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഞാൻ പാരായണം ചെയ്യുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുത്തെ കയ്യിലൂതിയിട്ട് അവിടുത്തെ കൈ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ഞാൻ തടവി കൊടുക്കുകയും ചെയ്തിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിനുള്ള ബറക്കത്ത്, അല്ലാഹുവിന്റെ മഹത്തായ ആ ഔദാര്യം, അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ സൂറത്തുകൾ പാരായണം ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ പാരായണം ചെയ്ത് ആ കൈകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ തന്നെ പിടിച്ചിട്ട് പ്രവാചകന്റെ ശരീരത്തിൽ ഞാൻ തടവാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, മന്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. രോഗമുണ്ടാകുന്ന ഘട്ടത്തിൽ ആ രോഗശമനത്തിന് വേണ്ടി അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിന്റെ ഈ അവസാന ഘട്ടങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഇതൊക്കെ മുജാഹിദ് മൗലവിമാര് മുമ്പ് പൂഴ്ത്തിവെച്ച ഹദീസുകളായിരുന്നു, സമൂഹത്തിന്റെ മുമ്പാകെ തുറന്നു പറയാതെ മന്ത്രത്തെ അപ്പാടി എതിർത്തുകൊണ്ട് മന്ത്രിക്കാൻ പാടില്ലെന്നും അത് ശിർക്കാണെന്നും അത് അന്ധവിശ്വാസമാണെന്നും പറഞ്ഞിരുന്നവരായിരുന്നു മുജാഹിദുകൾ പണ്ട് കാലത്തെന്നും, ഇപ്പോൾ അവർ നിൽക്കക്കള്ളിയില്ലാതെ ഇതൊക്കെ
ഈ അടുത്ത കാലത്ത് ചിലയിടങ്ങളിലൊക്കെ ചിലരുമായി ഖണ്ഡനം നടന്നപ്പോ അത് സമ്മതിച്ചിരിക്കുകയാണ് എന്നുമൊക്കെ ചില ആളുകൾ വലിയ ആരോപണം പറയാറുണ്ട്. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ആശയത്തെ ഒരു കാലഘട്ടത്തിലും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അവരെതിർത്ത മന്ത്രമേതാണ്, അനുവദിക്കുന്ന മന്ത്രമേതാണ് എന്ന് ഈ വിഷയത്തിൽ ഞാൻ അങ്ങോട്ട് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായി അല്ലാഹുവിന്റെ റസൂലിലൂടെ സ്ഥിരപ്പെട്ട് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സമ്പ്രദായത്തെയും മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടില്ല, അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞിട്ടില്ല, അത് മോശത്തരമാണെന്ന് പറഞ്ഞിട്ടില്ല, അത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ കറാഹത്താണെന്നോ ഹറാമാണെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ തന്നെ ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ള ഖുർആൻ പരിഭാഷയാണ്. ആ ഖുർആൻ പരിഭാഷയിൽ നിങ്ങളൊക്കെ പല സ്റ്റേജുകളിൽ നിന്നും കേട്ടതായിരിക്കുമെങ്കിലും ഈ വിഷയം ശ്രവിക്കുന്ന ആളുകൾക്ക് അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. മുജാഹിദുകളിൽ ഇപ്പൊ ചിലരുടെ മുമ്പിൽ സംവദിച്ചതാണോ, അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് സംവദിച്ചതാണോ ഈ മന്ത്രം എന്ന് പറയുന്നത്? അല്ല, വളരെ പഴക്കമുള്ളതാണല്ലോ ഈ പരിഭാഷ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണല്ലോ ഈ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും. അതിൽ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായി തന്നെ എഴുതിവിട്ടിട്ടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവി കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മനസ്സിലായെങ്കിൽ ഈ സംഭവം പറഞ്ഞിട്ടാണ് പറയുന്നത്, രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, എന്തിനാ ഞാനിത് വായിച്ചത്? ഇത് വളരെ പഴക്കം ചെന്ന ഖുർആൻ വ്യാഖ്യാനാണ്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള. ആ കാര്യത്തെ അന്ന് തന്നെ കൃത്യമായി എഴുതിയതാണ്. മാത്രല്ല, നിങ്ങൾ കേട്ടില്ലേ, അന്നും ഈ മന്ത്രത്തെ എതിർക്കുന്ന കേവലം വേറെ ചില പുത്തൻവാദികൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ വരികളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ വിഭാഗത്തെ ശക്തമായി എതിർക്കുന്ന വരികൾ കൂടി നിങ്ങളിപ്പോ കേട്ടുകഴിഞ്ഞു. എന്നിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ഇപ്പൊ ചിലർ പറഞ്ഞു നടക്കുന്നത് മുജാഹിദുകൾ പണ്ടൊക്കെ ഈ മന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടരാണ്. ഇപ്പൊ അവര് ആശയവും ആദർശമൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ മന്ത്രം അനുവദനീയമാണെന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ കുടുങ്ങിയപ്പോ പറഞ്ഞ് സമ്മതിക്കുന്നതാണ് എന്ന് ആശ്വാസം കൊള്ളാറുണ്ട്. അനുവദിക്കപ്പെട്ടതേത് അല്ലാത്തതേത് എന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോ ഇവര് വിചാരിച്ചു എല്ലാ മന്ത്രത്തെയും എതിർക്കുകയാണ് എന്ന്. ഈ നിലയ്ക്ക് ആരോപണങ്ങൾ പറയുന്ന പരിപാടി പല ആളുകളും ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നുകൂടി സാന്ദർഭികമായി എന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. ഇനി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതി ഓരോ ദിവസം കഴിയുന്തോറും പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. ദിവസം കഴിയുന്തോറും അവിടുത്തേക്ക് ക്ഷീണം വർദ്ധിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ റഅയ്തു അഹദൻ അശദ്ദ അലൈഹിൽ വജഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇത്രത്തോളം കഠിനമായ വേദന അനുഭവിച്ച ഒരാളെ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വളരെ